നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 730 730. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 730. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 3-ാം സർഗം ഭാഗവത ധർമ്മം. കുറച്ച് ലെങ്തി സർഗമാണത്. ഇവിടുന്ന് അങ്ങോട്ട് ഭാഗവതം കഴിയണവരെ അങ്ങേ അറ്റത്തെ വേദാന്ത രഹസ്യങ്ങളാണ് പറഞ്ഞത്. 11-ാമത്തെ സ്കന്ധം 12 മനസ്സിലായോ? അപ്പോൾ അതിൽ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് 36-ാമത്തെ ശ്ലോകമായിരുന്നു. അത് മുമ്പും പിമ്പും മറന്നുള്ള പോക്ക് ഇത് ഈശ്വരമായയാൽ ഉളവായുള്ളതാണ്. ആയത് ഉടയോൻ്റെ പാദാഭുജം ഭജിച്ചു തന്നെ നീക്കേണം എന്നെന്നാകിലും ഈ നരൻ. ആകയാൽ അത് മുൻകൂട്ടി ഓർത്തിടും മതിയുള്ളവൻ, മനസ്സുള്ളവൻ അർത്ഥം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മുമ്പും ബിംബും മറന്നുള്ള പോക്ക് ഇത് ഈശ്വരമായയാൽ ഉളവായുള്ളതാണ്. ആയത് ഉടയോൻ്റെ പാദാംബുജം. അതായത് ഉടയോൻ, ഉറ്റവരും ഉടയോനോ. ഉടയോൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം തന്നെ. നമുക്ക് ഉടയോൻ, നമ്മുടെ എല്ലാം, നമ്മുടെ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ആളെന്നർത്ഥം. പറഞ്ഞു പക്ഷേ അപ്പോൾ ഉടയോൻ്റെ പാദാംബുജം ഭജിച്ചു തന്നെ നീക്കേണം. ഭജിച്ചു തന്നെ നീക്കേണം. എന്തിനെ നീക്കേണ്ടത്? ദുരവസ്ഥകളേനെ. എന്നാലും ഈ നരൻ ആകയാൽ അത് മുൻകൂട്ടി ഓർത്തിടും മതിയുള്ളവൻ, മനസ്സുള്ളവൻ. എനിക്കൊരാദേശം തരുണ്ടായി, എപ്പോഴാണ് ഈശ്വരീയ കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാനൊരു ഭ്രാന്തനെ പോലെ എപ്പോഴും പറയും 6, 8, 10, 12. നിങ്ങൾ വിചാരിക്കും എന്താ കുട്ടികൾക്ക് കളിക്കൊന്നും വേണ്ടേ എന്നുള്ളത്. അങ്ങനെയല്ലേ നമ്മുടെ ധ്രുവൻ കളിക്കേണ്ട പ്രായത്തിലല്ലേ 5-ാമത്തെ വയസ്സിൽ ഈശ്വരനെ സാക്ഷാത്കരിച്ചത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചക്ക പേരിലും കായ്ക്കും. കുട്ടികളേനെ നമ്മൾ ഫുട്ബോൾ അക്കാഡമിയിലും പിന്നെ എന്താ പറയുക ക്രിക്കറ്റ് അക്കാഡമിയിലും ഭരതനാട്യം അക്കാഡമിയിലൊക്കെ ചേർത്ത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉടയോൻ്റെ കാര്യങ്ങൾ ആരാ പറഞ്ഞ് മനസ്സിലാക്കി തരാം? ഉടയോൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആരും തന്നെ സ്നേഹിക്കുന്ന പുരുഷന് കഷായത്തിൽ വിഷം കൊടുക്കില്ല. പ്രമോഷമുണ്ടോ? ഇന്ന് എന്തെല്ലാം ദുർഘടങ്ങൾ നമ്മൾ ടി വിയിലും ന്യൂസ് പേപ്പറിലും കാണുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താ? ആധ്യാത്മികതയുടെ കുറവാണ്. തിരിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആകയാൽ അത് മുൻകൂട്ടി ഓർത്തിടും മതിയുള്ളവൻ, മനസ്സുള്ളവൻ അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് രക്ഷപ്പെടുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 38-ാമത്തെ ശ്ലോകം എന്താണത്? അജ്ഞാനമുളവാക്കിയിടും ഭയം ഈശ്വരഭക്തിയാൽ. അജ്ഞാനം ഉളവാക്കിയിടും ഭയം. ഭയമാണെങ്കിൽ ഭയം ഉണ്ടാവാൻ കാരണം അജ്ഞാനാണ്. ഭയമില്ലാതെ കണ്ടിരിക്കാൻ കാരണം എന്ത് വന്നാലും വാട്ട് മേ കം, ഐ വിൽ ഫേസ് ഇറ്റ്, ഐ വിൽ വിൻ ഇറ്റ്, ഐ വിൽ സക്സീഡ് ഇറ്റ് എന്ന് പറയണമെങ്കിൽ അറിവുണ്ടാവണം. ആ അറിവാണ് 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിരിക്കണമെന്ന് പറയാൻ കാരണം.
അപ്പോൾ ഭയം ഈശ്വരഭക്തിയാലകന്നേടുവത് എമ്മട്ടിൽ ആത്മജ്ഞാനത്തിലെന്നിയേ. അപ്പോൾ ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ അജ്ഞാനം നീങ്ങും, അകന്നീടും, ഭയം അകന്നീടും. അത് എമ്മട്ടിൽ ആത്മജ്ഞാനത്തിലെന്നിയേ. ആത്മജ്ഞാനത്തിൽ അല്ലാതെ കണ്ട് എങ്ങനെയാണ് ഭയരഹിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക? ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മൾ രക്ഷപ്പെടണ്ടേ? പാമ്പെന്ന പേടി നീങ്ങിടാൻ കയറെന്നറിയേണ്ടയോ? പാമ്പ് എന്ന് അറിയാൻ കയറിനെ കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കയറിൻ്റെ കുഴപ്പമാണോ, പാമ്പിൻ്റെ കുഴപ്പമാണോ? അല്ല, ആരാണ് ധരിക്കുന്നത് അവരുടെ കുഴപ്പമാണ് അല്ലേ? പാമ്പ് എന്ന പേടി നീങ്ങിടാൻ കയറെന്ന് അറിയേണ്ടയോ? അതിനാണ് അറിവ്. പുണ്യങ്ങളാം കർമ്മം നോക്കിയാം ഫലം ഈശ്വരൻ ഏവർക്കും ഏകിടുവത്. ശ്രദ്ധിക്കണം. തെറ്റിദ്ധാരണയാണ് നമുക്കൊക്കെ. ഇത് കേൾക്കുന്നവരുടെ ഒരു തെറ്റിദ്ധാരണ നീങ്ങിയാൽ ഒരു ശരാശരി ഒരു 100 ആൾ ഇത് കേൾക്കുന്നുണ്ട്. ആ 100 ആൾ ഇത് മനസ്സിലാക്കി തൻ്റെ ബന്ധുമിത്രാദികളെ ഇത് അലർട്ട് ചെയ്താൽ അതിൻ്റെ പുണ്യം അലർട്ട് ചെയ്യുന്ന ആൾക്കാണ്. എനിക്ക് പുണ്യം കിട്ടുന്നുണ്ട്. നിങ്ങളെ അലർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പുണ്യം കിട്ടുന്നുണ്ട്. ഞാൻ എന്തിനാ അത് വേണ്ട വയ്ക്കണത്? അപ്പോൾ പാമ്പെന്ന പേടി നീങ്ങിടാൻ കയറെന്നറിയേണ്ടയോ? അപുണ്യങ്ങളാം കർമ്മം നോക്കിയാം ഫലം ഈശ്വരൻ ഏവർക്കും ഏകിടുവത്. അല്ലാണ്ട് നിങ്ങൾ വഴിപാട് ചെയ്തില്ലേ, നിങ്ങൾ ഹുണ്ടിയിൽ എത്ര ഇട്ടതെന്നുള്ളത് ഭഗവാൻ അറിയേണ്ട ആവശ്യമില്ല. അപുണ്യങ്ങൾ ആണ് ഫലം തരുന്നത്. അതാണ് ഈശ്വരൻ തരുള്ളൂ. അല്ല എൻ്റെ കൃഷ്ണ എന്ന് 100 പ്രാവശ്യം വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇന്ന് വ്യാഴാഴ്ച നല്ല ദിവസം, ഓം നമോ ഭഗവതേ വാസുദേവായ എത്ര ആൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാര്യങ്ങൾ നടക്കാത്തത്? അപുണ്യങ്ങൾ എന്താണ്? പ്രമോഷയോ. അപ്പം ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്, അറിവില്ലാതെ കണ്ട്. അവർക്ക് പാപമുണ്ട്. കാരണം എന്താ? പുണ്യങ്ങളാണ് ഫലം തരുന്നതെന്ന് അവർക്ക് അറിയണില്ലല്ലോ. അപ്പോൾ അവരെന്തിനാ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണത്? ഈ ഫോട്ടോ നിങ്ങൾ 5 ആൾക്ക് ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാൻ സ്റ്റോർ കീപ്പറാണോ നിങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ചു തരാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ പറയണു, ഏവർക്കും എന്നായാലും അത് നിഷ്ഫലം. അപ്പോൾ അങ്ങനെയാണെങ്കിലും അറിയാണ്ട സത്കർമ്മങ്ങൾ ചെയ്താലും ഫലമുണ്ട്. അപ്പോൾ ഏവർക്കും ഏകിടുവതെന്നായാലും അത് നിഷ്ഫലം. പണ്ഡിതമന്യരീവണ്ണം പണ്ഡിതൻ മന്യർ. ഈ വണ്ണം പല യുക്തികളോതിടും. പലവരും പലതും പറയും. പക്ഷേ അതിൽ സബ്ജക്റ്റ് ഉണ്ടോ, അതിൽ സാങ്കത്യമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? ഈ മനനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പട്ടാമ്പി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഴുങ്ങാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് യുക്തി ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്യുക. അപ്പോൾ പണ്ഡിതമന്യരീവണ്ണം പല യുക്തികളോതിടും ഈശ്വരാനുഗ്രഹീതന്മാർക്ക് അതിലില്ല പരിഭ്രമം. ആർക്കാ പരിഭ്രമമില്ലാത്തത്? വഴിപാട് ചെയ്താൽ നിങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല, അടിച്ചു പൊളിച്ചോളൂ, നിങ്ങൾ വഴിപാട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാരല്ലാത്തവരെ. ഈശ്വരാനുഗ്രഹീതന്മാർക്ക് അതിലില്ല പരിഭ്രമം. എന്നെ പോലുള്ളവർക്ക് അതിൽ പരിഭ്രമമില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ അപ്രൈറ്റായിട്ട് നിൽക്കാൻ എൻ്റെ പോരാത്ത കാലത്തിൽ ഒരുപാട് സജ്ജനങ്ങൾ, ഒരുപാട് 1-2 ആൾക്കാരെ നടത്തും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ആ സഹായിച്ച എമൗണ്ടിനെ അനുസരിച്ച് നല്ലൊരു എമൗണ്ട് ഒരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി ഒരു 4 വരി ഇൻ്റർലോക്ക് ചെയ്ത് കൊടുത്തു. അത് കാര്യമല്ലേ? എത്ര ആൾക്കാർക്ക് ഉപകാരമായില്ലേ?
എൻ്റെ നാട്ടിൽ പ്രസിദ്ധമായിട്ടൊരു ഗണപതിയങ്കാവുണ്ട്. അപ്പോൾ അവിടെ അപ്പം മൂടലിന് 3000 ഉറുപ്പ്യാണ് തുടങ്ങിയത്. ഇപ്പം അത്ര 25,000 ഉറുപ്പ്യയാണ്. 8.25%, അല്ല 8 ഇരട്ടി, 83, 24, 25 ഉറുപ്പ്യക്ക് അല്ലേ, ഇരട്ടിയായിട്ടുണ്ട്. ഒരു 10-20 കൊല്ലം കൊണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നോട് പറയണ്ട, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, ശരി ഒന്ന് അപ്പം മൂടിക്കോളൂ, ഞാൻ എന്ന് പറയും. ഞാൻ ഗണപതിനെ ധിക്കരിക്കല്ല, ഗണപതി എൻ്റെ മനസ്സിലുണ്ട്. ഗണാനാം പതി പ്രൊണൗൺസല്ലേ. അപ്പോൾ ഞാൻ ആത്മാനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് ബാഹ്യമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നവന് രക്തപുഷ്പാഞ്ജലി ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ എന്ത് കഴിച്ചാലും ഈശ്വരപ്രസാദം ഉണ്ടെങ്കിൽ രക്തം ഉണ്ടാവും. ഈശ്വരപ്രസാദമില്ലാത്തവൻ രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ പുണ്യാപുണ്യങ്ങൾ എന്നുള്ളത് അപുണ്യം ചെയ്യാതെ കണ്ട് പുണ്യം ചെയ്യാൻ ശ്രദ്ധിക്കാം. അതാണ് പറഞ്ഞത്, പണ്ഡിതമന്യരേ വണ്ണം പലേ യുക്തികളോതിടും ഈശ്വരാനുഗ്രഹീതന്മാർക്കതിലില്ല പരിഭ്രമം, കേൾക്കും മറ്റുള്ള കർമ്മങ്ങൾ പോലിതെന്നോർത്തു പോകലാ. സാധാരണ പ്രൊഫഷണൽ ആൾക്കാർ പറയുന്നത് പോലെ കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കരുത് എന്നാണ് ആര് പറഞ്ഞത്? താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാടാണ് ഈ ശ്രീകൃഷ്ണ കഥാമൃതം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ആരായിരുന്നു? ഗുരുവായൂർ അമ്പലത്തിൽ 6-7 കൊല്ലം പുറപ്പെടാശാന്തിയായിരുന്നു. ഈ 6 മാസം നറുക്കെടുപ്പൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഒരു 80 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് വൈരാഗ്യം വന്ന് അദ്ദേഹം ഈ കാശ് കിട്ടണ ജോലി വേണ്ടാന്ന് വെച്ച് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അത് നിവർത്തി വെച്ച് നിങ്ങളോട് സംസാരിക്കണത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നല്ലൊരു ഗ്രന്ഥം എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് വേറെ വല്ലതും പറയേണ്ടി വരും അല്ലേ. അപ്പം എന്തായി? ഈശ്വരാനുഗ്രഹീതന്മാർക്കതിലില്ല പരിഭ്രമം, കേൾക്കും മറ്റുള്ള കർമ്മങ്ങൾ പോലിതെന്നോർത്തു പോകലാം. മനസ്സിനടിയിൽ തങ്ങും ദുർവാസനകളൊക്കെയും, മനസ്സിൽ തങ്ങിയിട്ടുള്ള ദുർവാസനകൾ എല്ലാം പോകാതെ കണ്ട് ഈശ്വരാനുഗ്രഹം കിട്ടില്ല. ഞാൻ തപ്പി നോക്കും, ചിലപ്പോൾ വല്ലതുണ്ടോ, കിടക്കനുണ്ടോ അകത്ത്. ചിലപ്പോൾ വെള്ളം കുടിച്ച് ഛർദ്ദിച്ചാൽ പിത്തം പോവും എന്ന് പറഞ്ഞ മാതിരി പുറത്ത് കളയണം. അപ്പോൾ മനസ്സിനടിയിൽ തങ്ങും ദുർവാസനകളൊക്കെയും അകറ്റും ആത്മവിജ്ഞാനം. ആത്മാവിനെ പറ്റിയിട്ടുള്ള അറിവ്, പരബ്രഹ്മത്തെ പറ്റിയിട്ടുള്ള അറിവ് കൂടുന്തോറും അകത്തുള്ള കൽമഷങ്ങൾ പുറത്തേക്ക് പോകും. അതാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സിനടിയിൽ തങ്ങും ദുർവാസനകളൊക്കെയും അകറ്റും ആത്മവിജ്ഞാനം വളർത്തും ശുഭകർമ്മമാം. മറ്റുള്ളവർക്ക് മംഗളത്തെ തരുന്നതായ കാര്യങ്ങൾ ചെയ്താൽ മതി. ആത്മീയ നിർവൃതിയിൽ കൂടെ ദുർവാസനകളെ അകറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വര സാക്ഷാത്കാരം പൂർണ്ണമായ ബഹുമതികളോടുകൂടി മോക്ഷം കിട്ടും. അകറ്റും ആത്മവിജ്ഞാനം വളർത്തും ശുഭകർമ്മമാം. ആത്മവിസ്മരണം ദ്വൈത പ്രപഞ്ചം. ആത്മാവിനെ വിസ്മരിക്കുക, ഓർക്കാതെ കണ്ടിരിക്കുക. ദ്വൈത പ്രപഞ്ചം, ഞാൻ വേറെ ഈശ്വരൻ വേറെ, അതിനാണ് ദ്വൈതാവസ്ഥ. ഭയം ഈ വിധം അഭക്തരിൽ ഉദിപ്പിക്കും ഭഗവന്മായ നിശ്ചയം. ഈ ഭഗവന്മായ എന്താ ചെയ്യുക? പാപം ചെയ്തവരെ ആത്മവിസ്മരണം ചെയ്യിപ്പിക്കും. അപ്പോഴാണ് അവർക്ക് വേണ്ട ശിക്ഷ കിട്ടുള്ളൂ. ദ്വൈതപ്രപഞ്ചം സൃഷ്ടിക്കും. ഭയം ഈ വിധം അഭക്തരിൽ ഉദിപ്പിക്കും മായ. അഭക്തന്മാർ, ഭക്തിയില്ലാത്തവരിൽ ഉദിപ്പിക്കും മായ. കള്ളു കുടിക്കാൻ പോയിക്കോ, ചൂത് കളിച്ചോ, സ്വയം നശിക്കേ. അപ്പോൾ നമ്മൾ പറയണം, ഹേ മഹാമായേ, നീ ആരുടെ സിൽബന്ധിയാ? പരബ്രഹ്മത്തിൻ്റെ. ആ പരബ്രഹ്മം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിനെ ബഹുമാനിക്കാൻ തുടങ്ങി. അതിൻ്റെ അനുഗ്രഹാശസ്സുകൾ കൊണ്ട് നിൻ്റെ ഈ മെരട്ട് എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ
ആമട്ട് ആത്മാവിനെ മറന്ന് അന്യാവേശങ്ങൾ കാരണം ആമട്ട് ആത്മാവിനെ മറന്ന് ആവേശങ്ങൾ ചീട്ട് കളിക്കണം. അല്ലെങ്കിൽ കാളപൂട്ട് കണ്ടാൽ പോലെ അത് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് കയറി നിന്ന് 4 അടി വീക്കണം കാളകളെ അല്ലെങ്കിൽ പോത്തിന്. അവനവനെ പോലെ ജീവനുള്ളവരാൾ അത് ആലോചിക്കണം. ഇപ്പം നമ്മൾ പേരക്കുട്ടിയെ ആന കളിക്കാൻ 2 കാലും 2 കൈയും കുത്തി നിന്നു. കുട്ടി അതിൻ്റെ നഖം വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബലം വെച്ചിട്ടോ ആനയെ പറഞ്ഞ് നമ്മളെ കുത്തിയാൽ നമുക്ക് വേദനിക്കില്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? അതുകൊണ്ടാണ് ആമട്ട് ആത്മാവിനെ മറന്ന് അന്യാവേശങ്ങൾ കാരണം അകതാരിങ്കലുളവാം 1000 വിധമാം ഭയം അതോർത്ത് ഈശ്വരനെ തന്നെ ഭജിച്ചിടണം ആവതും. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ ഏത് കർമ്മത്തിൽ ഏർപ്പെടുകയാണെങ്കിലും ശരി, ടോയ്ലറ്റ് പോവുകയാണെങ്കിലും ശരി, കുളിക്കുകയാണെങ്കിലും ശരി, ആഹാരം കഴിക്കുകയാണെങ്കിലും ശരി, TV കാണുകയാണെങ്കിലും ശരി, നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ മനസ്സിലൊന്ന് പാടി നോക്കൂ. നിങ്ങൾ ഏത് നീചകർമ്മം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് പോകുന്നത് നീചകർമ്മമാണോ? അല്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ടോയ്ലറ്റിൽ പോയിരുന്നാലും കാര്യം സാധിക്കുള്ളൂ. അപ്പോൾ ഈശ്വരനെ മറന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈശ്വരനെ സദാ വിചാരിച്ചുകൊണ്ട് ആ മഹാശക്തിനെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം എന്തായി? അതോർത്ത് ഈശ്വരനെ തന്നെ ഭജിച്ചിടണം ആവതും തന്മായ കാട്ടും ദേഹാഭിമാനം തൊട്ടവ നീങ്ങുവാൻ. ഉഷ്ണം കൊണ്ട് ശമിപ്പിക്കണം. ശരിക്ക് ഈ മധുരത്തെ കൊണ്ട് ഒരു ചക്കയൊക്കെ തിന്നിരുന്ന ആൾക്കാരുണ്ട് ഒറ്റയ്ക്ക്, പഴുത്ത ചക്ക. അവർക്ക് ഷുഗറൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? അവർക്ക് നന്നായിട്ട് വേർത്ത് ജോലി ചെയ്തിരുന്നു. നമ്മൾക്ക് വേർപ്പില്ല, അതായി പ്രശ്നം. അധ്വാനിക്കില്ല, നടക്കില്ല, ഇരിക്കില്ല. കുറച്ച് AC കൂടി സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ AC-യിലാണ് ബാക്കി കാര്യങ്ങൾ. അതാണ് നമ്മുടെ സന്തുലനാവസ്ഥേനെ തകിടം മറിക്കണത്. ഹിമാലയത്തിൽ -10 ഡിഗ്രിയൊക്കെ ഉള്ള സ്ഥലത്ത് ആൾക്കാർ ഐസ് വാട്ടർ എടുത്ത് തലയിൽ ഒഴിക്കണം. എന്താ കാരണം? അവർ ഋഷിതുല്യന്മാരാണ്, അല്ലെങ്കിൽ ഋഷികളാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്മായ കാട്ടും ദേഹാഭിമാനം തൊട്ടവ നീങ്ങുവാൻ, മായയെ നീങ്ങാൻ ആ മായയുടെ നിയന്താവായിരിക്കുന്ന പരമ്പൊരുളിനെ നമ്മൾ ഭജിക്കേ നിവർത്തിയുള്ളൂ. മനസ്സിലായില്ലേ? ഗുരുനാഥനിൽ അത്യന്തം ശ്രദ്ധാവിശ്വാസപൂർവകം. ഗുരുനാഥൻ ആരാ? ഗുരുനാഥൻ ABCD പഠിപ്പിച്ചവരേനല്ല ഗുരുനാഥൻ എന്ന് പറഞ്ഞത്. ആത്മവിദ്യ ആര് പറഞ്ഞു തന്നു? പുണ്യാപുണ്യങ്ങളെ പറ്റി ആര് പറഞ്ഞു തരുന്നു? അവരാണ് ഗുരുനാഥൻ. പറഞ്ഞു മനസ്സിലായില്ലേ? ABCD പഠിപ്പിക്കണത് മാഷ്, ഗുരുനാഥൻ എന്ന് പറയില്ല. ഒരു വിദ്യ, അസ്ത്രവിദ്യ, ഗദായുദ്ധം, സംസ്കൃതം, സംസ്കരിച്ചിട്ടുള്ളതിനെ സംസ്കൃതം എന്ന് പറയണം. ആ ഭാഷയുടെ ഗരിമ മനസ്സിലാക്കണം. അത് പഠിക്കാത്തത് പോയാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നല്ല നല്ല ട്രാൻസ്ലേഷൻസ് വാങ്ങി വായിക്കണു. എൻ്റെ മനസ്സിനെ സംശുദ്ധമാക്കാൻ ഞാൻ ശ്രമിക്കണു. അപ്പം ഞാൻ എത്രത്തോളം സംശുദ്ധമാണ് എന്നുള്ളത് എങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്? എൻ്റെ പോരായ്മകൾ ഭഗവാൻ മാറ്റിത്തരുമ്പോൾ, ഓ, ഞാൻ ഈശ്വരന് പ്രിയപ്പെട്ടവനായി തീരുന്നുണ്ടല്ലോ എന്നൊരു മനസ്സമാധാനം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. ആ സന്തോഷം നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഗുരുനാഥനിൽ അത്യന്തം ശ്രദ്ധാവിശ്വാസപൂർവകം മതിമാൻ കാരണത്തിനു ചികിത്സിപ്പത് പോലവേ. മതിമാൻ മനസ്സുള്ളവൻ മതിമാൻ കാരണത്തിനു ചികിത്സിപ്പത് പോലവേ മായയാലുളവാം അജ്ഞാനാദി രോഗങ്ങൾ മാറുവാൻ.
മായ കൊണ്ട് അജ്ഞാനം കൊണ്ടുണ്ടാവുന്ന മായകൾ മാറുവാൻ മായാധിനാഥനെ തന്നെ ഭജിക്കുന്നു മനസ്സുകൾ. ഇത് പഠിച്ചതിൻ്റെ ശേഷം പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. മായാധിനാഥനെ തന്നെ ഭജിക്കുന്നു മനസ്സുകൾ. ആരവിടെ മായാധിനാഥൻ? സാക്ഷാൽ ശ്രീഹരി, ശ്രീകൃഷ്ണൻ. മനസ്സിൻ്റെ വെറും സൃഷ്ടി മാത്രമാണ്, ഇല്ല എങ്കിലും ഈ ഈശ്വരൻ എന്നുള്ളത് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിൻ്റെ വെറും സൃഷ്ടി മാത്രമാണ്, ഇല്ല എങ്കിലും ഇല്ല എങ്കിലും പലതരം സ്വപ്ന മനോരഥങ്ങളുടെ മാതിരി. പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ ശരീരം ക്ഷീണിക്കും. എന്നാൽ തിരഞ്ഞെടുത്ത സബ്ജക്റ്റുകൾ, ഞാൻ ആചാര്യനാവാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയായി എന്നാ സ്വപ്നം കാണുന്നത് വിചാരിക്കുക. മറ്റുള്ളവർക്ക് പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനും ചെയ്യാനും സാധിച്ചാൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ ശരിയാവും. അല്ല, മറ്റുള്ളവരെ ഫൂളാക്കി തുച്ഛ കാശ് കിട്ടി ഞാൻ കള്ളും കുടിച്ച കൂത്താടി ജീവിതം നയിച്ചു പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നരകം വരും. ഇത് രണ്ടും തീരുമാനിക്കണതാരാ? ഞാൻ എന്തിനെ ഓപ്റ്റ് ചെയ്യണമെന്നനുസരിച്ചിട്ടുള്ളതിനിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിൻ്റെ വെറും സൃഷ്ടി മാത്രമാണ്, ഇല്ല എങ്കിലും പലതരം സ്വപ്ന മനോരഥങ്ങളുടെ മാതിരി ദ്വൈത പ്രപഞ്ചമുണ്ടാക്കും. ദ്വൈത പ്രപഞ്ചം, ഞാൻ വേറെ ഈശ്വരൻ വേറെ, അതാണ് ഈ ദ്വൈത പ്രപഞ്ചം. പറഞ്ഞ ഞാൻ അഹം ബ്രഹ്മാസ്മിയാണ്, പ്രജ്ഞാനം ബ്രഹ്മ, അയമേവ ബ്രഹ്മം, തത്വമസി. ഈ മഹാവാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ ഈശ്വരൻ ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. ഈശ്വരീയത എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈശ്വര സാദൃശ്യമുണ്ട്. എനിക്ക് ആഗ്രഹങ്ങളില്ലാതെ കണ്ട് എനിക്ക് കണ്ടക്ഷോഭം ചെയ്യാൻ പറ്റി വിചാരിച്ചാൽ അതിനേക്കാൾ ഗരിമയുള്ള ഒരവസ്ഥ വേറെയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കല്പങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കാ മനസ്സിലാവുക? എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിന്. അതേമാതിരി തന്നെ നിങ്ങളുടെ, നമ്മൾ ആരോട് നുണ പറഞ്ഞു, എന്തിന് നുണ പറഞ്ഞു എന്നുള്ള അറിയുന്ന ആളാരാ? നമുക്കറിയില്ല അതിൻ്റെ ഭവിഷ്യത്തുകൾ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന് അത് 100-110% അറിയും. അപ്പോൾ ദ്വൈത പ്രപഞ്ചമുണ്ടാക്കും മർത്യനു ഭയം എത്രയും പ്രതിധ്വനികളും മറ്റും കുട്ടികൾക്കെന്ന പോലവേ. കുട്ടികൾക്ക് ഈ എക്കോ ശബ്ദം ഉണ്ടെങ്കിൽ അത് കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടാവും. അത് കേട്ടോണ്ട് വയറുന്നറിയില്ല എന്നുള്ളത് അവർക്ക് അപ്പറിയില്ല. ഞങ്ങളുടെ IIT-യിൽ ഈ 2 കൊറിഡോറിനെ യോജിപ്പിക്കുന്ന ഒരു കമാനം, സത്യം പരം ധീമഹി എന്ന് അതിൽ എഴുതിയണത്. വലിയൊരു കമാനം കോൺക്രീറ്റിൻ്റെ. അപ്പോൾ ഈ സ്കൂളിലേക്ക് ബാഗൊക്കെ ആയിട്ട് വാട്ടർ ബോട്ടിലൊക്കെ അയക്കുന്ന കുട്ടികൾ അമ്മയുടെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് 4-5 ആൾക്കാർ കൂട്ടിയിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്പോട്ടിലെത്തി അവർ ഷൂ ഒന്ന് കാല് പൊന്തിച്ചിട്ട് ടിക് ടിക് ഒന്ന് 2 അടി അടിക്കും. അപ്പോൾ എന്താ, ഈ എക്കോ കിട്ടും. കാരണം എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്ലാസ് നടക്കുന്നുണ്ടാവും. 8:30 to കാലത്ത് 8:30 to അപ്പോൾ 9:30 മണിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ശബ്ദം ഉണ്ടാക്കാം. പക്ഷേ എന്താ നീ കാലടിച്ചത് എന്ന് ചോദിക്കും ഒരാൾ? ചോദിക്കില്ല. അതാണ് കുട്ടികൾ സ്മാർട്ടാണ് അത്തരക്കാരിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ദ്വൈത പ്രപഞ്ചമുണ്ടാക്കും മർത്യനു ഭയം എത്രയും പ്രതിധ്വനികളും മറ്റും കുട്ടികൾക്കെന്ന പോലവേ. ആകയാൽ അത്തരം മിഥ്യാഭാവം ഒട്ടാകെ നീങ്ങുവാൻ ഏതെല്ലാം തരത്തിൽ മിഥ്യാബോധങ്ങളുണ്ടോ, തെറ്റിദ്ധാരണകളുണ്ടോ പ്രപഞ്ചത്തിനെ പറ്റിയിട്ട്, വ്യക്തികളെ പറ്റിയിട്ട്, അതൊക്കെ ഓരോരുത്തരുടെ കഥകൾ നമ്മൾ മനസ്സിലാവും തെറ്റിദ്ധാരണ കൊണ്ട് നമുക്കൊന്നും നേടാനില്ല എന്നുള്ളത്. അപ്പോൾ ആകയാൽ അത്തരം മിഥ്യാഭാവം ഒട്ടാകെ നീങ്ങുവാൻ വിടാതെ വിഷ്ണുപാദാബ്ജ സൗരഭ്യത്തിൽ നിമഞ്ജനം, ഭഗവാന്റെ തിരുപാദപത്മത്തിൽ നിന്ന് ഉയരുന്ന നല്ല സദ്വാസനകളാകുന്ന ഗന്ധങ്ങളിൽ സാധന ചെയ്യുന്ന ആൾക്കാർ രസാനുഭൂതി അനുഭവിക്കുകയാണെങ്കിൽ
തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞതിനെ അനുഭവിക്കാൻ വേണ്ടി എല്ലാം ഈശ്വരമയമാണ്, എല്ലാറ്റിലും ഈശ്വരൻ ഉണ്ട് എന്നുള്ളൊരു അവബോധം നമ്മൾക്ക് കിട്ടാതെ കണ്ടിരിക്കില്ല. എന്നിട്ട് പറയണു, വിടാതെ വിഷ്ണുപാദാബ്ജ സൗരഭ്യത്തിൽ നിമഞ്ജനം, അതിൽ മുങ്ങി കുളിക്കുക. ചെയ്യിച്ചിടേണം അതിമാൻ വീണ്ടും വീണ്ടും മനസ്സിനെ, അതിന് സുഗമോപായം അരുളി ചെയ്യൂ സജ്ജനം. സജ്ജനങ്ങൾ വെറുതെ ഇരിക്കില്ല. സത്സംഗങ്ങളിൽ സാധകന്മാർക്ക് നല്ലത് വരുത്താനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അതാണ് ചെയ്യിച്ചിടണം മതിമാൻ, കഴിവുള്ളവൻ, മനസ്സുള്ളവൻ, വീണ്ടും വീണ്ടും മനസ്സിനെ അതിനു സുഗമോപായം അരുളി ചെയ്യൂ സജ്ജനം. പല ഭാഷയിലും പുണ്യാത്മാക്കൾ പാടിപ്പുകഴ്ത്തുന്നതും പല കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ, സത്കർമ്മങ്ങൾ എല്ലാവരും പാടിപ്പുകഴ്ത്തുന്നുണ്ട്. വിശ്വത്തിലെങ്ങും സംശുദ്ധി വളർത്തുന്നതുമാവിധം. അപ്പോൾ ഈ സജ്ജനങ്ങളുടെ സുഗമമായ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ പാടി നടന്നാൽ അത് കേൾക്കുന്ന സ്ഥലത്തിലുള്ള ജനവാസികൾക്കൊക്കെ ഉപകാരമാവും. എന്നിട്ട് പറയുന്നു, പല ഭാഷയിലും പുണ്യാത്മാക്കൾ പാടിപ്പുകഴ്ന്നതും വിശ്വത്തിലെങ്ങും സംശുദ്ധി വളർത്തുന്നതും ആവിധം. ഭഗവത് കഥയും ഭക്തോത്തമന്മാർ തൻ ചരിത്രവും കേട്ട് കീർത്തിച്ചും ആവോളം ചിന്തിച്ചും ലജ്ജയെന്നിയേ. ലജ്ജിക്കാൻ പാടില്ല, ഈശ്വരോപാസനയിൽ ലജ്ജിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഭഗവത് കഥയും ഭക്തോത്തമന്മാർ തൻ ചരിത്രവും കേട്ടും കീർത്തിച്ചും ആവോളം ചിന്തിച്ചിടും ലജ്ജയെന്നിയേ. നാമസങ്കീർത്തനം ചെയ്തിടും ഈശ്വരൻ്റെ നാമങ്ങൾ ഉരുവിടുക. നാമസങ്കീർത്തനം ചെയ്തും പുണ്യഗീതങ്ങൾ പാടിയും ലോകം വന്ദിക്കലും തന്നെ നിന്ദിക്കലും ഒരേ വിധം. നമ്മളിപ്പോൾ ഈശ്വര പ്രാർത്ഥന ചെയ്യുമ്പോൾ ഒരാൾ, വേണ്ടപ്പെട്ട ഒരാളെ നിന്ദിക്കുകയാണ് വിചാരിക്കുക, ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അതിലൊന്നും നമ്മൾ പരിതപിക്കരുത്. അവർക്ക് അവരുടെ കാര്യം ശരി, നമുക്ക് നമ്മുടെ കാര്യം ശരി. അതുകൊണ്ടാണ് പറഞ്ഞത്, നാമസങ്കീർത്തനം ചെയ്തും പുണ്യഗീതങ്ങൾ പാടിയും ലോകം വന്ദിക്കലും തന്നെ നിന്ദിക്കലും ഒരേ വിധം. ഹേ ദേഹഗേഹാദിയാം സർവചിന്തയും വിട്ടുഭാഗ്യവാൻ യഥേഷ്ടം സഞ്ചരിച്ചിടും പരമാനന്ദമഗ്നനായി. ഈ ഭൂമിയിലെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ, ശരിയാണ്. പക്ഷെ ആ കർമ്മം ചെയ്യുമ്പോഴും ഈശ്വര ചിന്തയ്ക്ക് നമ്മൾ അവധി കൊടുക്കരുത്. അവധി കൊടുക്കേണ്ടത് ദുഃഖങ്ങൾക്കാണ്. ദുഃഖങ്ങൾക്കു ഞാൻ അവധി കൊടുത്തു, അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് അത്തരം. അപ്പോൾ ദേഹഗേഹാദിയാം സർവചിന്തയും വിട്ട് ഭാഗ്യവാൻ യഥേഷ്ടം സഞ്ചരിച്ചിടും പരമാനന്ദമഗ്നനായി. പിന്നെന്താ വേണ്ടത്? അത്തരം വ്രതമാർന്നേറെ വിളങ്ങും പുണ്യവാരതി പ്രിയൻ്റെ പേർ കേൾക്കില്ലേ അലിഞ്ഞുടനോർത്തു വിളിച്ചിടും. അതായത് ഭക്തന്മാർ ഉച്ചരിക്കുന്ന കീർത്തനാദികൾ, സങ്കീർത്തനാദികൾ കേട്ട് ശുദ്ധന്മാർ മനസ്സിലുണ്ടാവുന്ന ആയാസം കൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ നല്ലത് വരുത്തണേ, നല്ലത് വരുത്തണേ, നല്ലത് വരുത്തണേ എന്ന് പറയും. അതുകൊണ്ട് ചിരിച്ചും കരയും മെല്ലെ സ്വകാര്യം ചെയ്തിടും. നമ്മൾക്ക് തന്നെ ഒരു അനുഭൂതി വരും, കൃഷ്ണൻ എന്താ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ് തോന്നുന്നത്? ആക്ടിവിറ്റീസിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ. ചിരിക്കും കരയും മെല്ലെ സ്വകാര്യം മുറ ചെയ്തിടും പാടിയിടും ഭ്രാന്തനെ പോലെ ബാഹ്യലോകം മറന്നവൻ. എല്ലാം മറന്ന് ഉച്ചത്തിൽ കൃഷ്ണ കൃഷ്ണ ഭഗവാനെ എന്ന് നിലവിളിക്കുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥയാണ് ഒരു മാഡിനെസ്സാണത്. അതിനാണ് ഹിസ്റ്റീരിയ എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ടു ബിക്കം ദി ബെസ്റ്റ് ഭക്ത ഓഫ് ലോർഡ് ഹരി. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നന്മ വരുത്തട്ടെ.
അതോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏവർക്കും നമസ്കാരം. നാളെ കാണാം.